ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കിന്ന് ചില പ്രത്യേക ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് പാസ്റ്റർ എ.ടി. ജോസഫ് താൻ രചിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ട്. പാസ്റ്റർ ഷാജി ദാനിയേൽ അവർകൾ ശ്യാം ദാനിയേൽ പാസ്റ്റർക്ക് ആ പുസ്തകം നൽകിക്കൊണ്ട് ഇപ്പോൾ പ്രകാശനം നടത്തുന്നതായിരിക്കും. കഴിവിനും അപ്പുറം ദൈവം എല്ലാ നിലയിലും ഈ പുസ്തകം ദൈവസഭയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് കോപ്പി പാമ്പാടി നിന്ന് പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് പാസ്റ്റർ ശ്യാം ദാനിയേലിന് ഞാൻ ഈ കോപ്പി കൊടുക്കും. പാസ്റ്റർ എ.ടി. ജോസഫ് ഡൽഹിയുടെയല്ല, നമ്മുടേതാണ്. ഡൽഹിയിലെ പോയന്റുണ്ട്. ദൈവം നൽകിയ ദർശനം ഇവിടെ വേണ്ടതുപോലെ നിറവേറ്റാനുള്ള പശ്ചാത്തലമില്ലാഞ്ഞതുകൊണ്ട് സാഹചര്യം ഉള്ളയിടത്തേക്ക് ഓടിപ്പോയി. അവിടെ ദീർഘവർഷങ്ങൾ വളരെ അനുഗ്രഹീതമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തു. നമ്മുടെ ഇടയിലെ ഒരു പൈനിയർ വർക്കറായി. തനിക്ക് അത്ര വലിയ ജോലിയൊന്നും ഉള്ള പശ്ചാത്തലത്തിലല്ല ഇവിടെയായിരുന്നു. താൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സമയം കർത്താവിൻ്റെ വേല ചെയ്തു എന്നുള്ളതാണ്. ഈ ചാമമ്പലാലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വളരെ ശക്തമായ രീതിയിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ട ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ എ.ടി. ജോസഫ് എന്ന് പറയുന്നത്. സെന്ററിന്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്കും സന്തോഷമില്ലേ? ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ വളരെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഇവിടെ ഞങ്ങൾ വിശദീകരിക്കാൻ പോയാൽ കൺവെൻഷന് ഷാജിയുടെ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ കോപ്പി എല്ലാവരും വാങ്ങി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള നന്മ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെലവഴിക്കത്തക്ക നിലയിൽ അങ്ങനെ പ്രോത്സാഹനപ്പെടുകയും ചെയ്യണമെന്നുള്ള കാര്യം കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയ പാസ്റ്റർ ഷാജിയുടെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷയുടെ ശക്തി എന്ന് പറയുന്നത് കർത്തൃദാസിയാണ്. ഈ മേശപ്പുറത്ത് നല്ല പാത്രങ്ങളിൽ വരുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. എന്നാൽ തീയോടെ മല്ലിടുന്ന ചില പാത്രങ്ങളുണ്ട്. അങ്ങനെ ഈ എ.ടി. ജോസഫ് പാസ്റ്ററുടെ ശുശ്രൂഷയിൽ തീയോട് മല്ലിട്ട ഒരു പാത്രമാണ് കർത്താവിൻ്റെ ദാസി. കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവൻ ഈ സമയത്ത് ഈ പ്രിയപ്പെട്ടവരെ അനുമോദിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പിശുക്കില്ല. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് നൽകിയ ഈ ആത്മീക വിരുദ്ധനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയ പാസ്റ്ററെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അങ്ങ് അയച്ചു. അവിടെ ആയിരുന്ന പശ്ചാത്തലത്തിലും അങ്ങയുടെ കൃപയും സാന്നിധ്യവും ആമേൻ നൽകി. ശുശ്രൂഷയിൽ വേണ്ട അഭിഷേകം നൽകി. കുടുംബജീവിതത്തിൽ അങ്ങയുടെ കൃപ പകർന്നു. പലപ്പോഴും ശത്രു പല തലങ്ങളിൽ തകർക്കാൻ നോക്കിയ മേഖലകളുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ ജയം നൽകി അനുഗ്രഹത്തോടെ അങ്ങയുടെ ദാസനെ കുടുംബമായി നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകം ആമേൻ ഇന്ന് ആമേൻ അങ്ങയുടെ ദാസനെ പ്രകാശനം ചെയ്യപ്പെടുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയതോർത്ത് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ സംഘത്തിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന പാസ്റ്റർ ശ്യാം ദാനിയേലിനോട് പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടാതെ ഈ പുസ്തകം ഈ പാമ്പാടി സെൻ്ററാണ് എന്നെ നോർത്ത് ഇന്ത്യക്ക് അയച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇത്ര ആയിരിക്കുന്നത്.
എല്ലാ ഭവനങ്ങളിലും ഒരു പുസ്തകം ഞങ്ങൾ എത്തിച്ചിരിക്കും. പാമ്പാടി സമിതി എത്ര സഭകളുണ്ടോ എല്ലാ സഭയിലും ഓരോ ഭവനങ്ങളിലും ഈ പുസ്തകം എത്തിച്ചിരിക്കും. ബലബലം പ്രാർത്ഥിക്കണം. തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ബലമായിരിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് പാസ്റ്റർ ഷാജി ദാനിയൽ. അദ്ദേഹമാണ് എൻ്റെ ഡിസ്ട്രിക്റ്റിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയാണെന്നുള്ള ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ത്രൂവിലൂടെ ഏതോ സഭ എൻ്റെ ഡിസ്ട്രിക്റ്റിനെ സപ്പോർട്ട് ഞാൻ വിചാരിച്ചത്. പക്ഷെങ്കിൽ ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചപ്പോഴാണ് അല്ല പാസ്റ്ററെ ഞാൻ തന്നെ ഞങ്ങളുടെ സഭയാണ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ കേൾക്കുകയായിരുന്നു തന്നു. പ്രിയ ദൈവാസനോട് നന്ദിയെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവാസന്മാരുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഇത്ര വളർത്തിയത്. നിങ്ങൾ പ്രത്യേകിച്ച് ദൈവാസനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ലക്ഷ്യം 100 സഭയാണ്. ഹിന്ദി സഭ, മലയാളമല്ല, ഹിന്ദി സഭകൾ. സ്തോത്രം. എന്നാൽ കോവിഡ് വന്നതോടുകൂടി 28 സഭയായപ്പോൾ നിന്നുപോയി. അപ്പോൾ ഇനി എൻ്റെ പ്രവർത്തനം ഈ സ്ട്രോക്ക് വന്നത് വിഷയമല്ല, രോഗം ഈ സുവിശേഷ വേലയ്ക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തുടർന്നും എൻ്റെ വിശ്വാസം ഇനി ഞാൻ അനേകം ആത്മാക്കളെ നേടണം, സഭകളെ വടക്കേണ്ടി സ്ഥാപിക്കണം. ദൈവാസ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.